വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അധികം ചേരുവകളൊന്നും വേണ്ട. വീട്ടിലെപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി റൈസ് റെസിപ്പി. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ മടിയുള്ള ദിവസങ്ങളിൽ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പി നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നെയ്യിൽ മുഴുവനായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നെയ്ക്ക് പകരം എണ്ണ യൂസ് ചെയ്ത് മുഴുവനായിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ പകുതി നെയ്യും പകുതി എണ്ണയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബേ ലീഫ്, കുറച്ച് ഏലക്ക, ഒരു 2-3 എടുത്തിട്ടുണ്ട്, 2-3 കരയാമ്പൂ, പിന്നെ വേണ്ട ഈ നീളത്തിലുള്ള കറുവപ്പട്ട. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗണായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 1.5 മുറി സവാളയും ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ട് 3 വരെ ചേർത്ത് കൊടുത്തു. എരിവുള്ള മുളകാണെങ്കിൽ 1-1.5 ചേർത്ത് കൊടുത്താൽ മതിയാകും. സവാള ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് വഴറ്റുവാണെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്നതായിരിക്കും. സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഇത് 2.5 തക്കാളിയുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൊമാറ്റോ റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ പഴുത്ത തക്കാളി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 2.5 മുറി തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയെല്ലാം ആവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നതായിരിക്കും. അതിൻ്റെ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചേർത്തുള്ള ചേരുവകളെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കത്തുള്ളൂ. ആദ്യമേ അതിനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അത് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണെങ്കിൽ നമ്മളുടെ എരിവിനനുസരിച്ച് അത് ബാലൻസ് ചെയ്യാൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. അപ്പം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ അതുകൊണ്ട് ഒരു 1/2 സ്പൂണിലും താഴെ അളവിൽ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പച്ചക്കുത്ത് മാറാനായിട്ട് കുറച്ചധികം നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായിട്ട് വഴണ്ട് പച്ചക്കുത്തെല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശേഷം മാത്രം നമ്മളിതിലേക്ക് നമ്മൾ കഴുകി വാർന്ന് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരി കഴുകി വാർന്നെടുത്തതാണ്. ഇത് ഞാൻ സോക്കൊന്നും ചെയ്തിട്ടില്ല, കഴുകി അപ്പം തന്നെ എടുത്തിട്ടുള്ള 1.5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരിക്ക് വേവാൻ പാകത്തിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്ത റൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം കുറവ് യൂസ് ചെയ്താൽ മതി, പ്രഷർ കുക്കർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ സവാള വഴറ്റിയ സമയത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പോരാത്തത് ഈ വെള്ളം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കയറി വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ജസ്റ്റ് ഇങ്ങനെ പാത്രത്തിൻ്റെ അടപ്പ് വെച്ചൊന്ന് മൂടിയിട്ടേ ഉള്ളൂ, അല്ലാതെ അടച്ചു കൊടുത്തിട്ടില്ല. നന്നായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു വിസിൽ അടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം 10 മിനിറ്റ് കൂടെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പോ മറ്റോ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ തുറന്നു നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ റൈസ് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് തൂവി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബാച്ചിലേഴ്സിനും അതുപോലെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നിടം വരെ ബൈ.